ഇനി നല്ലൊരു മാങ്ങക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞതും 1-2 പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളൊരു മിക്സറി ജാറിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് ചെറിയുള്ളി അരിയുന്നതും കൂടി ചേർത്തിട്ട് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.